കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം എന്നുള്ള യാതൊരുവിധ ആഗ്രഹവുമില്ല. എന്നെ എന്റെ സഹപ്രവർത്തകരായിട്ടല്ല, ഒരുപക്ഷെ സഹപ്രവർത്തകരെന്ന് പറയരുത്, ഞാൻ പലരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അവരൊക്കെ എന്നേക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നതും ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നതും ഞങ്ങൾ എത്രയോ കാലം ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്തുമൊക്കെ ഈ സംഘടന ഈ ലെവലിലാക്കിയെടുത്ത് നിന്നും എനിക്കിതിനെ കോടതി കയറ്റാനോ ഇതിനെതിരെ എന്തെങ്കിലും പറയുവാനോ അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒരു കാര്യമുള്ളത്, ഈ കഴിഞ്ഞ കമ്മിറ്റിയുടെ കണക്കുകൾ അവർ അവതരിപ്പിച്ചത് കമ്മിറ്റിയിൽ പാസ്സായില്ല. ആ കണക്ക് പാസ്സാകാത്തപ്പോൾ തന്നെ ആ കമ്മിറ്റിയുടെ മാൻഡേറ്റ് പോയി. അതിനകത്ത് അവരുടെ അക്കൗണ്ടന്റും നമ്മുടെ കാഷ്യറും അത് പറഞ്ഞു. അത് കണക്ക് പാസ്സാകാതിരുന്ന സാഹചര്യത്തിലാണ് ഈ ഡിസ്കഷൻ തുടങ്ങിയത്. അപ്പൊ ഇവര് പറഞ്ഞത് ഞാൻ ഔദ്യോഗികമായി രാജി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് രാജിവെക്കണമെങ്കിൽ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ബാക്കിയുള്ളവർക്കൊക്കെ രാജി കൊടുക്കുക. ഇവരൊക്കെ കൂടെ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ ഇവർ ആർക്കാ രാജി കൊടുക്കണേ? ഇവിടെ ഔദ്യോഗികമായിട്ട് കൊടുക്കണമെങ്കിൽ ഒന്നിക്ക് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് മേടിക്കാൻ വേണം. അപ്പൊ ആ ഡിക്ലറേഷനാണ് കമ്മിറ്റി ഔദ്യോഗികമായൊരു രാജിയായിട്ട് എടുത്തതും അവിടെ വെച്ച് മറ്റൊരു കമ്മിറ്റിയെ തീരുമാനിക്കണം എന്ന് പറഞ്ഞതും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതും. അപ്പൊ എനിക്കിതിൽ കടിച്ചു തൂങ്ങണം എന്നുള്ള യാതൊരുവിധ ആഗ്രഹങ്ങളുമില്ല. നല്ലത് നടക്കട്ടെ, നല്ലത് സംഭവിക്കട്ടെ. നാളെകളിൽ ഈ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അവിടെ എല്ലാവരും ചിരിച്ചു കളിച്ച് തോളെ കൈയിട്ട് സന്തോഷത്തോടെ ചെയ്യുന്നതും ആളുകളെ സഹായിക്കുന്നതും ഒക്കെയുള്ള അത്തരത്തിലൊരു കാലത്തിലോട്ട് തന്നെ വരട്ടെ എന്ന് പറയുന്നു. മറ്റു വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരുന്നു. അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യം അതാണ്. അല്ല, ഹസ്ബൻഡ് വന്നു പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ ഇഷ്യൂ. അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ്. എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞുന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പ ഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയർ ആയ ഓഡിയോസും വീഡിയോസും ഉണ്ട് എന്റെ അടുത്ത്. അവർ എന്ത് പറയുന്നറിയാമോ? നിങ്ങൾ ആദ്യം പറയോ ഞങ്ങൾക്ക് കണക്ക് അവതരിപ്പിച്ചില്ല. ഞങ്ങൾ സ്റ്റാർട്ടിങ് അല്ലല്ല മീറ്റിംഗ് തുടങ്ങണേന് മുമ്പ് തന്നെ ബാബുരാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പേ അതൊന്ന് ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഒന്നുമില്ല, ഇത് ആവശ്യം, നമുക്ക് ഇതിനൊന്നും നമ്മള് ജനറൽ ബോഡി അംഗീകരിക്കൂല. ആദ്യം തന്നെ തുടങ്ങി. പിന്നെ ബാബുരാജേട്ടന്റെ ഓരോ വാക്കുകള്, സിദ്ദിഖാന്റെ ഓരോരോ വാക്കുകള്, പിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ അത്ര നേരം നിൽക്കൂല. എനിക്ക് തൊലിക്കട്ടിയൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ കമ്മിറ്റീന് വേണ്ടിയിട്ട് അവിടെ നിന്നത് അമ്മ അസോസിയേഷൻ എന്ന് നമ്മളല്ലേ കുറച്ച് ആൾക്കാർ, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. എത്ര മെമ്പേഴ്സ് എന്നെ വിളിച്ചു അറിയോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ശ്വേത, സോറി എന്ന് പറഞ്ഞിട്ട് എത്ര മെമ്പേഴ്സ് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു ഇനി ഒരു സ്ത്രീക്ക് സ്ഥാനം കിട്ടുമോ? സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ദിവസമായിട്ട് മിണ്ടായിരിക്കുന്നത് പിഷു ഓൺലി ആൻഡ് ഓൺലി ഫോർ അമ്മ അസോസിയേഷൻ. പിന്നെ കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ്? Download ShareChat.
എന്തായാലും ഇവരാടി ഒരു കാലത്ത് തീരില്ല. രാജിവെച്ച് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് രാജിക്കത്ത് ശ്വേതാമേൻ കൊടുക്കില്ലെന്ന്. ആ ശ്വേതാമേൻ എന്ന ലേഡിയോടുള്ള ഒരു സിമ്പതിയൊക്കെ മാറിപ്പോയപ്പം നാണമില്ലേ നിങ്ങൾക്ക് ഈ അമ്മ എന്ന മാമയും കൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സ്റ്റേറ്റ്മെൻറ്റും കൊണ്ടുവരാൻ എന്ത് നാണം കെട്ട ഒരു ഏർപ്പാടാന്ന് ചോദിക്കണം. എന്തായിരിക്കും ഈ അമ്മയിൽ നടക്കുന്ന പ്രവർത്തനമല്ലേ? 67 ലക്ഷം രൂപ വെട്ടിച്ചു പോയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതാ രാജിക്കത്ത് കൊടുക്കില്ല. കൊടുത്തു കഴിഞ്ഞാൽ അടപടലം പിടിക്കുമെന്നറിയായിരിക്കും. എന്തായാലും ഇതൊരു മോശം പ്രവണത കേട്ടോ. ഇങ്ങനെ സമൂഹത്തിൽ വന്നതുകൊണ്ട് അത് ഇതും പറഞ്ഞുകൊണ്ട് ഇത്രയും മുതിർന്നവരും ഒക്കെ ആൾക്കാർ ഈ വന്ന് കിടന്ന് തമ്മിൽ അടിയും പിടിയും അവിഹിതോഷവും എന്നാ ഒരു വൃത്തികേടാ. നിങ്ങൾക്ക് തന്നെ ഒരു ഉളുപ്പ് തോന്നുന്നില്ല എന്നാണ്. ഈ അമ്മ എന്ന പവിത്രമായ പേര് മാറ്റി മാമ. നമ്മൾ മാധ്യമങ്ങളിലും കണ്ടില്ലേ, കമൻസുകളിൽ വരുന്ന പേര് മാമ, അതാ യോജിക്കുന്നത്. അതിടുക. അതിടുമ്പോൾ നിങ്ങളുടെ കുത്സിത പ്രവൃത്തികളും നിങ്ങളുടെ മാമ വിളയാട്ടവും എല്ലാം കേൾക്കുന്നവർക്കും ഒന്നും തോന്നില്ല. അമ്മ എന്ന പേരും വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം നിരന്തരം അടിയും പിടിയും വഴക്കും എന്തെല്ലാമാണ് എൻ്റെ ദൈവമേ. അൻസുബയും ലക്ഷ്മിപ്രിയയും കൂടെ തമ്മിലുള്ള മല്ലുപിടുത്തവും വാക്തർക്കവും. ആ ലക്ഷ്മിപ്രിയ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്, എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാണ്ട് വീണ്ടും വീണ്ടും ഇതിന് പുറകെ ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പം ഒരു നാണം കെട്ട ഏർപ്പാടാണ് കേട്ടോ. കേൾക്കുന്ന ഈ പറയുന്ന നിങ്ങൾക്കൊരു ഉളുപ്പമില്ല എങ്കിൽ ഈ കേൾക്കുന്ന നമുക്കുണ്ടല്ലോ വല്ലാത്തൊരു മാറ്റം പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ മാമ കേസ് നിങ്ങൾക്കുള്ളിൽ തന്നെ അത് നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ തീർക്കാൻ നോക്കണമെന്നാണ് ഒരു അഭ്യർത്ഥനയുള്ളത്. അതുപോലെ കോടിക്കണക്കിനെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കാം. എന്നിട്ടും അതിൽ നിന്നും വീണ്ടും 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 ഈ തട്ടിച്ചെടുക്കുക എന്ന് പറയുമ്പോഴേ നാണം കെട്ട ഏർപ്പാടാണ് കേട്ടോ. നിങ്ങൾ എന്നാ ചോറിന് പകരം ഈ കാശാണ് ഇതുമാത്രം ചവച്ചരിച്ച് കഴിക്കുന്നത്, ഇത്രയും ആക്രാന്തം പിടിക്കാനായിട്ട്. ഇത് നോക്കുമ്പോൾ ഈ ഒന്നുമില്ലാത്ത ആൾക്കാർ എത്രയോ ധന്യരാണ്. അവർ മര്യാദയ്ക്ക് ഭക്ഷണമാണ് കഴിക്കുന്നത്. ഇത് കോടിക്കണക്കിന് ഉണ്ടായിട്ടും കൂടെ അതിനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ 10 കോടിയായി 20 കോടിയായി 50 കോടിയായി എല്ലാത്തിനും ഇങ്ങനെ നിങ്ങൾ കേസ് കൊടുക്കും. മാനനഷ്ട കേസെന്നുണ്ട്. എന്നാ മാനനഷ്ട കേസായാലും മാനക്കേട് പോയ കേസുകൾക്ക് മാനനഷ്ടം കിട്ടിയിട്ട് എന്ത് കാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കും. അമ്മയായാലും മാമയായാലും ഇനി അഡ്ഹോക്കായാലും ആരായാലും വളരെ മോശം ഒരു പരിപാടിയത്. അത് സുധാകരൻ സാർ പറഞ്ഞ കാര്യത്തിന് 100% യോജിപ്പുള്ള കാര്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ അമ്മ എന്ന സംഘടന ദിവസവും എന്നാ വഴക്കാണ്. ഇവർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നു. ഇതാണ് മലർന്ന് കിടന്ന് തുപ്പ് ഓരോ അവർ ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് ഉളുപ്പില്ല. കാരണം സിനിമാക്കാരല്ലേ, എല്ലാവരും അഭിനയമാണ്. വിശാടി വലിയ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം വിഷുവും ശ്വേതയും തമ്മിലുള്ള വോയിസും വന്നു. എല്ലാം വളരെയധികം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ എന്തിനാണ് പിന്നെ ഈ പൊതു ഇടത്തൊന്ന് പൊതു ജനങ്ങൾക്കിടയിൽ ഒരു ഉപകാരവും നിങ്ങളുടെ സംഘടനയെ കൊണ്ട് പൊതുജനങ്ങൾക്കില്ല. അപ്പോൾ എന്താണ് തമ്മിൽ തല്ലും തമ്മിൽ പിടുത്തമൊക്കെ? അപ്പോൾ ഒരു ഉപയോഗമില്ലാത്ത ഈ സംഘടനയുടെ തമ്മിൽ തല്ല് മാത്രം പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പ്രവർത്തനം എന്ന് പോലും രാഷ്ട്രീയക്കാർക്ക് പോലും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് അദാനിക്ക് നിങ്ങളുടെ സംഘടനയും തീരെഴുതി കൊടുത്തു എന്ന് പറയുമ്പോൾ ഏതാണ്ടൊക്കെയോ മറയ്ക്കാനും ഒളിക്കാനും കൂടെ ഉള്ള ഒരു തന്ത്രപ്പാടാണ് എൻ്റെ വ്യക്തമാക്കുന്നത്. അതുമാത്രമാണ് BJPയിലേക്ക് ആളെ സപ്ലൈ ചെയ്യുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് നിങ്ങളുടെ സംഘടന എന്നുള്ളൊരു പൊതുവായ അറിവ്. അത്
വല്ലാത്തൊരു അറിവ് തന്നെ കേട്ടോ. കാരണം BJP ചേരണമെങ്കിൽ, ഇനി BJPയുമായിട്ടുള്ള ഒരു ഡീല് വേണമെങ്കിൽ പൊതുജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അതിനെക്കുറിച്ച്. കാരണം അവിടെ ഒരു ഡീല് വയ്ക്കണമെങ്കിൽ അത് ED റെയ്ഡിന് പയന്നിട്ട് തന്നെയാണ് എല്ലാ മലയാളികൾക്കും അറിയാം. പിന്നെ എന്തിനാണ് ഒന്ന് ഈ തമ്മിൽ തല്ലും ബഹളവും ആവശ്യമില്ലാത്ത പ്രഹസനങ്ങളും? എന്തായാലും ജനങ്ങൾക്ക് കുറച്ച് ദിവസത്തേന് കുറച്ച് കണ്ടന്റ് കിട്ടിയെന്നത് മാത്രമേ ഉള്ളൂ. രാജി വയ്ക്കുമെന്ന് പറഞ്ഞ ആൾ തിരിച്ച് വീണ്ടും വന്ന് ആ സംഘടനയിൽ കയറി പറ്റിയ കാര്യവുമില്ല. പൊതുജനങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യവുമില്ല. അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ളൊരു അറിവ് ജനങ്ങൾക്ക് ഇല്ല എന്താണ്. കാരണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് പൊതുജനങ്ങൾക്കും അറിയില്ല, സംഭവം പറഞ്ഞാൽ നിങ്ങൾക്കും അറിയില്ല. നിങ്ങളുടെ അമ്മ എന്നുള്ള സംഘടന കൊണ്ട് പൊതുജനങ്ങൾക്ക് ഒരു 5 പൈസയുടെ ഉപകാരം പോലും ഇല്ല. നിങ്ങളെന്തോ എന്താണ് സുഖമില്ലാതായ നടന്മാർക്കും നടികൾക്കും ഒക്കെ എന്തൊക്കെയോ ചെറിയ ധനസഹായം ചെയ്യുന്നുവെന്നും നിങ്ങൾ പറഞ്ഞ കേൾവിയുണ്ട്. പക്ഷേ ഈ തമ്മിൽ തെല്ലിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു? അങ്ങനെയുള്ള ഒരു സംഘടനയാണെങ്കിൽ ഇനിയിപ്പോൾ ശ്വേതയ്ക്ക് ലാലേട്ടനോ അല്ലെങ്കിൽ ഇനി മമ്മൂക്കയോ ആര് നിങ്ങൾക്ക് സപ്പോർട്ടാണെങ്കിൽ പോലും നമുക്കൊരു ഛേദവും ഇല്ല. ഈ തമ്മിത്തല്ല് നിർത്തിയാൽ തന്നെ നമ്മൾ പൊതുജനങ്ങൾക്കൊരു ആശ്വാസം കിട്ടിയനായിരുന്നു. ஏஜ் இருக்கும்போது நம்ம உடம்ப பார்த்துக்கிட்டோம்னா நம்ம ஏஜ் தாண்டி போகும்போது உடம்பு நம்மள பார்த்துக்கும். ஸோ நவ் இஸ் த டைம் ஃபார் மீ டு டேக் கேர் ஆஃப் மை பாடி. ஸோ எனக்கு வயசாகும்போது என் பாடி என்ன பார்த்துக்கும். அதனால ஹெல்த் இல்லைன்னா வேற எதுவுமே இல்லை. எவ்வளோ காசு இருந்தாலும் சரி, எவ்வளோ ஃப்ரெண்ட்ஸ் இருந்தாலும் சரி, எவ்வளோ காரு பங்களா எல்லாம் இருந்தாலும் சரி, இஃப் யூ டோன்ட் ஹேவ் ஹெல்த் யூ ஹேவ் நத்திங். அது யூ ஜஸ்ட் ஹேவ் டு அக்செப்ட் இட்.